മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്. കേരളത്തിലെ പ്രധാന പുരാവൃത്തങ്ങളിലൊന്നാണ് പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ. പന്തിരുകുല കഥകൾ നോവലുകളായും ബാലസാഹിത്യമായും മലയാളികൾ ഏറെ വായിച്ചതാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ സഹോദരന്മാരിൽ പ്രമുഖനാണ് പെരുന്തച്ഛൻ. മികച്ച തച്ചനായിരുന്ന പെരുന്തച്ഛൻ ഇവിടെ ജീവിച്ചു എന്നതിൻ്റെ അടയാളങ്ങളായി ചില കാര്യങ്ങൾ കേരളത്തിൽ പലയിടത്തായി കാണുന്നുണ്ട്. തച്ച് വിദ്യയുടെ പ്രാഗൽഭ്യത്തിൻ്റെ പേരിലാണ് പെരുന്തച്ഛൻ സ്മരണകൾ നിലനിൽക്കുന്നത്. തന്നോളം വളർന്ന അല്ലെങ്കിൽ തന്നെക്കാൾ വളർന്ന മകനോട് അസൂയ പൂണ്ട പെരുന്തച്ഛൻ ഉളിപ്രയോഗത്തിലൂടെ മകനെ കൊന്നു എന്നത് പെരുന്തച്ഛൻ കഥയിലെ ഒരു സൂചനയാണ്. പെരുന്തച്ഛൻ്റെ മനോഭാവം പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പെരുന്തച്ഛനെക്കുറിച്ചുള്ള കവിതകൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന കവിത അവയിൽ പ്രധാനപ്പെട്ടതാണ്. വാർദ്ധക്യത്തിലെത്തിയ പെരുന്തച്ഛൻ്റെ നിസ്സഹായ ജീവിതമാണ് കവിതയിൽ സൂചിതമാകുന്നത്. ശാരീരിക അവശതകൾ നേരിടുന്ന പെരുന്തച്ഛനും ഭാര്യയും ആശ്രയത്തിനാരുമില്ലാതെ കഷ്ടപ്പെടുന്നു. അവരെ സംരക്ഷിക്കേണ്ട പുത്രൻ മരണപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പെരുന്തച്ഛൻ്റെ മനസ്സിലുണ്ട്. മകനുമൊരുമിച്ച് പണിയെടുത്തതിൻ്റെ, അബദ്ധത്തിൽ ഒളിവീണ മകൻ മരിക്കുന്നതിൻ്റെ സ്മരണകൾ അയവിറക്കുന്നുണ്ട്. തച്ചനായാലും ഞാനൊരച്ഛനല്ലാതാമോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉയരുന്നു. വലുതും ഈടുറ്റതുമായ മരങ്ങൾ, അവയുടെ കൈകാര്യം ചെയ്യൽ, സ്വന്തം പൂർവകർമ്മങ്ങൾ, ഇവയെല്ലാം പെരുന്തച്ഛൻ്റെ സ്മരണകളിൽ പൊട്ടിമുളയ്ക്കുന്നു. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച തച്ചൻ്റെ മകൻ എന്ന കവിത പെരുന്തച്ഛൻ്റെ മകൻ മരണത്തിന് ശേഷം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛൻ അവനേറെ പ്രിയപ്പെട്ടവനാണ്. അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ മകൻ നന്നായി തിരിച്ചറിയുന്നുണ്ട്. എന്നെ ഞാനാക്കി തീർത്ത പെരുതാം വാത്സല്യത്തെ ആരളന്നിരിക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. കൊച്ചൻ്റെ പണി കൊള്ളാം എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ മിണ്ടാറില്ല അവിടുന്ന്, ഞാൻ പിഞ്ചിലേ പഴുത്താലോ. അച്ഛന് പറ്റിയ കയ്യബദ്ധമാണ് തൻ്റെ മരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മകൻ നട്ട കയ്യല്ലോ കൊയ്തു, ഞാൻ അനുഗ്രഹീതൻ എന്ന് ആശ്വസിക്കുന്നു. വിജയലക്ഷ്മിയുടെ തച്ചൻ്റെ മകൾ എന്ന കവിത പെരുന്തച്ഛൻ്റെ മകളുടെ ചിന്തകളാണ്. സഹോദരൻ്റെ മരണത്തിന് ശേഷം അവൾ കുട്ടിക്കാലത്തെ ഓർമ്മിച്ചെടുക്കുന്നു. സഹോദരനോടൊപ്പം കളിച്ചതും അച്ഛൻ്റെ അടുത്തുനിന്ന് തച്ചുശാസ്ത്രം പഠിച്ചതും അവൾ സ്മരിക്കുന്നുണ്ട്. പക്ഷേ പുത്രനെ കൊന്ന അച്ഛൻ പുത്രിയെയും കൊല്ലാൻ മടിക്കില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. അച്ഛൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾ ഭയപ്പെടുന്നു. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാകുന്ന പെരുന്തച്ഛപുത്രിയാണ് കവിതയിലുള്ളത്. സ്വന്തമായൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന തച്ചൻ്റെ മകളെ അവതരിപ്പിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ കവിത. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും